ക്ഷേത്രത്തിലെ പൂജകൾക്കിടയിലും മനസ്സിൽ സൂക്ഷിച്ച പർവ്വതാരോഹണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഷൊർണൂർ കുളപ്പുള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിലെ മേൽശാന്തി എം ശ്രീലാൽ. ദുർഘടമായ പാതകളും -32 ഡിഗ്രി തണുപ്പും വകവെക്കാതെ 15 ദിവസം നീണ്ട യാത്രയ്ക്കൊടുവിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് 32കാരനായ ഈ യുവാവ്. ആലമ്പള്ളി മനയിൽ ഹരിനാരായണൻ നമ്പൂതിരിയുടെയും അനിതയുടെയും മകനായ ശ്രീലാൽ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും കുട്ടികൾക്കും ചോദിക്കാനുള്ളത് ഈ ആവേശകരമായ യാത്രയെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കാണാം. ഷൊർണൂർ കുളപ്പുള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്ന മേൽശാന്തിക്ക് എവറസ്റ്റ് കൊടുമുടി കയറാൻ ഒരാഗ്രഹം. പിന്നീട് ഒന്നും നോക്കിയില്ല. യാത്ര കഴിഞ്ഞു വരുന്നതുവരെ ക്ഷേത്രത്തിലെ പൂജകൾ മുടങ്ങാതിരിക്കാൻ താൽക്കാലികമായി മറ്റൊരു പൂജാരിയെ വെച്ച് കവളപ്പാറ ആലമ്പള്ളി മനയിൽ 32കാരനായ എം ശ്രീലാൽ ജനുവരി 16 വൈകിട്ട് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരു വഴി നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് വിമാനം കയറി. 17 കാഠ്മണ്ഡുവിലെത്തി. ട്രെക്കിങ്ങിനുള്ള സാധനങ്ങൾ വാങ്ങിയ ശേഷം 40 മിനിറ്റ് നേരം കൊണ്ട് അടുത്ത വിമാനത്തിൽ കയറി ലുക്ലയിലെത്തി. പിന്നീട് എവറസ്റ്റ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യാത്ര ആരംഭിച്ചു. എല്ലാ ദിവസവും രാവിലെ 7 യാത്ര ആരംഭിച്ച് വൈകിട്ട് 3 മണിയോടെ നിർത്തും. പിന്നീട് അടുത്ത ദിവസം വീണ്ടും യാത്ര തുടരും. ഇത്തരത്തിൽ 14 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീലാൽ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. 5364 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പും അങ്ങനെ കീഴടക്കി. -32 ഡിഗ്രി തണുപ്പും ദുർഘടപാതയും എവറസ്റ്റിലേക്കുള്ള യാത്രയ്ക്ക് വെല്ലുവിളി ഉയർത്തിയെങ്കിലും അതിനെ മറികടന്ന് തന്റെ സ്വപ്നലോകം മുന്നിൽ കണ്ടായിരുന്നു ശ്രീലാലിന്റെ യാത്ര. ഒരു ദിവസം ബേസ് ക്യാമ്പിൽ ചിലവഴിച്ച ശേഷമാണ് തിരിച്ചിറങ്ങിയത്. ജനുവരി 30 നാട്ടിൽ തിരിച്ചെത്തിയ മേൽശാന്തിയോടെ ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ: യാത്ര എങ്ങനെയുണ്ടായിരുന്നു സ്വാമി എന്ന്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മേൽശാന്തിയുടെ എവറസ്റ്റ് യാത്രയെക്കുറിച്ചായി പിന്നീട് ചോദ്യം. പിന്തുണച്ച ക്ഷേത്ര ഭാരവാഹികൾക്കും നാട്ടുകാർക്കും നന്ദി. അതൊരു പാഷനാണ്, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ജോലിയോടുകൂടി. ഓക്കെ. ഞാൻ സുരേന്ദ്രൻ, കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറിയാണ്. വളരെ അഭിമാനവും സന്തോഷവും ആഹ്ലാദമൊക്കെ കൂടെയാണ് ഞങ്ങളിപ്പോൾ കമ്മിറ്റിക്കാർ മുഴുവൻ ഇവിടെ നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മേൽശാന്തി ശ്രീ ശ്രീലാൽ ആലമ്പള്ളി. അദ്ദേഹം വലിയൊരു ദൗത്യം വിജയിച്ചിട്ട് വന്നു നിൽക്കുകയാണ്. ഹിമാലയത്തിൻ്റെ ബേസ് ക്യാമ്പ് വരെ കയറി കഴിഞ്ഞ ജനുവരി മാസത്തിൽ എവറസ്റ്റ് കയറിയിട്ട് വന്ന് നിൽക്കുകയാണ്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഈ എവറസ്റ്റ് കയറിയിട്ടുള്ള ഒരു മേൽശാന്തി ഉള്ളതായിട്ട് ഞാൻ കുറേ നോക്കി, അറിയില്ല. അപ്പോൾ അതിൽ ഏറ്റവും അഭിമാനം ഞങ്ങൾക്ക് ഉള്ളതാണ്. ഞങ്ങളുടെ തിരുമേനി എവറസ്റ്റ് കയറിയ ആളാണെന്ന്. പാലക്കാട് ജില്ലയിലാകെ 3 ആളൊട്ടെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കൂട്ടിയിട്ട് എവറസ്റ്റ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഭഗവാന്റെ ആ എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല അറിയാം. അദ്ദേഹത്തിന് അങ്ങനെ 3 നേരം ഭഗവാന് വേണ്ടിയിട്ട് പൂജയും കാര്യങ്ങളും ചെയ്യണതിൻ്റെ ആ ഒരു ശക്തി അദ്ദേഹത്തിന്. അദ്ദേഹം വളരെ യാത്രയ്ക്ക് ഇഷ്ടപ്പെടണം. ചില സമയത്ത് ഒരു ബൈക്കിൽ മുമ്പൊരു ഹിമാലയൻ ബൈക്കാണുള്ളത്, അതുകൊണ്ട് ഒരു 2 ദിവസത്തെ ടൂറൊക്കെ പോകുന്നത് കാണാറുണ്ട്. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയും വലിയൊരു സംഭവം മൂപ്പര് നിറവേറ്റി വരുന്നുള്ളത്. ഇതിൽ വളരെയധികം ഞങ്ങളെല്ലാവരും കമ്മിറ്റിക്കാർക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും ഒക്കെ അദ്ദേഹത്തിനോട് വളരെയധികം ഞങ്ങൾ വളരെയധികം അഭിമാനം കൊള്ളുന്നു. കഴിഞ്ഞ 13 വർഷമായി കുളപ്പുള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ എം ശ്രീലാൽ മേൽശാന്തിയായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എവറസ്റ്റ് കൊടുമുടി കയറിയത് ഇതാദ്യമാണ്. ലോകത്തുള്ള 7 പർവ്വതനിരകളിൽ കയറണമെന്നാണ് മേൽശാന്തിയായ ശ്രീലാലിന്റെ വലിയ ആഗ്രഹം. അച്ഛനായ ഉമയൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ഹരിനാരായണനും അമ്മ അനിതയും യാത്രകൾക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട്.